ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീ കോമ്പോസ് എന്താണെന്നുള്ളതാണ്. പ്രീ കോമ്പോസ് എന്ന് പറഞ്ഞാൽ അത് ട്രാക്ക് മാറ്റിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് പ്രീ കോമ്പോസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രീ കോമ്പോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ നമ്മൾ നിലവിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാക്ക് മാറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്കൊരു കോമ്പോസിഷൻ ആക്കി എടുക്കാൻ പറ്റും, ചെറിയൊരു കോമ്പോസിഷൻ ആക്കാൻ പറ്റും. അത് ചെറിയ കോമ്പോസിഷൻ ആക്കി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണ്? അതിനെ നമുക്ക് മറ്റ് വീഡിയോകളിലോ ഇമേജുകളിലോ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നുന്നുണ്ടാകും, എന്നാലും വളരെ സിമ്പിളാണ്. ഞാൻ എളുപ്പത്തിലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രീ കോമ്പോസിഷൻ പ്രീ കോമ്പോസ് ചെയ്യാനായിട്ട് ഞാൻ നിലവിൽ നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ട്രാക്ക് മാറ്റിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, അത് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആനിമേഷൻ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രീ കോമ്പോസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ നിലവിൽ ഇത് ചെയ്തിട്ടുള്ള ഈ 3 ലെയറുകൾ ഉണ്ടല്ലോ, ഇത് 3 നമ്മൾ സെലക്ട് ചെയ്യണം. അതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ലെയർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് പ്രീ കോമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നിലവിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് എനോക്സ് നമ്മൾ അതിൽ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതേ പേര് നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയായിട്ട് എനോക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോമ്പോസിഷൻ വന്നിട്ടുണ്ട്. ആ കോമ്പോസിഷൻ എന്താണ്? ആ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ 3 ലെയറുകൾ ഉണ്ടല്ലോ, ആ 3 ലെയറുകൾ ഒരു കോംബോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ 3 ലെയർ മാറിയിട്ട് ഒരു കോമ്പോസിഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിലവിൽ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു 3 സെക്കൻഡുള്ള ഒരു പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു കോമ്പോസിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ കോമ്പോസിഷനിലേക്ക് നമുക്കൊരു വീഡിയോനെ കൊണ്ടുവരാം. വീഡിയോ ആയിക്കോട്ടെ, ഇമേജ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നിലവിൽ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു വീഡിയോ കൊണ്ടുവരാണ് കേട്ടോ. നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോനെ ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് നിലവിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വരുന്നത്. ഇനി ഈ വീഡിയോയിലേക്ക് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രാക്ക് മാറ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനായിട്ട് ഇവിടെയായിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കോമ്പോസിഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്തിട്ട് നേരെ ഈ വീഡിയോ ലെയറിൻ്റെ മുകളിൽ കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിനോട് വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നേരത്തെ ആ ഒരു ട്രാക്ക് മാറ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ആനിമേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആനിമേഷനെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതും മാത്രമല്ല, ഇതിന് വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു കോമ്പോസിഷനെ നമുക്ക് സ്കെയില്, അതായത് എസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്കെയില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്കെയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇനി പി ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ജസ്റ്റ് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ കൊണ്ടുവെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് നമ്മൾ ഈ ഒരു പ്രീ കോമ്പോസ് ചെയ്തിട്ട് ചെറിയ ചെറിയ മൊഡ്യൂളുകൾ ആക്കി വെക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആനിമേറ്റ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഇനി ഇതിനെയും ആനിമേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. നിങ്ങൾ പഠിച്ച സെയിം പ്രോസസ്സ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയും ഇനിയും ആനിമേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഇത് ചെറിയൊരു ക്ലാസ്സാണ്. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇപ്പം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, താങ്ക് യു.